പഞ്ചാബ് നാഷണൽ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായ മെഹുൽ ചോക്സിയെ ഇന്ത്യയിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ഇഡിയുടെയും CBIയുടെയും സംഘം ഉടൻ ബെൽജിയത്തിലെത്തും. തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അപ്പീൽ നൽകുമെന്ന് ചോക്സിയുടെ അഭിഭാഷകൻ അറിയിച്ചു. ജോയ്സ് ഡാനിയൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജോയ്സ്, ഈ ഇന്ത്യൻ അധികൃതർ തുടർച്ചയായി 7 വർഷത്തോളം നടത്തിയ ഒരു അന്വേഷണം അതിന് അന്ത്യമാവുന്നു അല്ലേ? റോഷിനി, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഏതായാലും ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിയായ വിവാദ വ്യവസായി കൂടിയായ മെഹുൽ ചോക്സിയെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ. അതിനുശേഷമായിരിക്കും ഇഡിയുടെ ഒപ്പം തന്നെ CBIയുടെയും സംഘങ്ങൾ. ഈ സംഘങ്ങളിൽ 6 പേര് വരെ ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ബെൽജിയത്തിലെത്തി ഇയാളെ കൈമാറാനുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. അതേസമയം ബെൽജിയത്തിലെ കോടതിയെ സമീപിക്കാനുള്ള നീക്കം ഇപ്പോൾ മെഹുൽ ചോക്സിയുടെ അഭിഭാഷകൻ നടത്തുന്നുണ്ട്. പ്രധാനമായും അയാൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യം, നിലവിൽ മെഹുൽ ചോക്സിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ക്യാൻസറിനടക്കം ചികിത്സ തേടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് കൈമാറുക അത് വലിയ ബുദ്ധിമുട്ടാകും. യാത്രയിലടക്കം അത്തരത്തിൽ ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് യാത്രയടക്കം ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടാകും എന്നൊരു കാര്യമായിരിക്കും അഭിഭാഷകൻ ബെൽജിയം കോടതിയിൽ ഉയർത്തുക. എന്തായാലും അതിൽ എത്രത്തോളം ബെൽജിയം കോടതി അതിന് വഴങ്ങും, ഇല്ലെങ്കിൽ കോടതി എത്രത്തോളം നിലപാട് സ്വീകരിക്കുമെന്നുള്ളതിന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്നാൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച് വർഷങ്ങൾ നീണ്ട ഒരു കാത്തിരിപ്പ് കൂടിയാണ് ഇയാളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബെൽജിയത്തിൽ വെച്ച് അറസ്റ്റിലാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ, ബെൽജിയം കോടതിയിലേക്ക് മെഹുൽ ചോക്സിയുടെ അഭിഭാഷകൻ പോവുകയാണെങ്കിൽ സമാന്തരമായ രീതിയിൽ അതിനെ എതിർക്കാനുള്ള നീക്കങ്ങളും ഇപ്പോൾ ഇന്ത്യ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തെളിവുകൾ ശേഖരിച്ച ശേഷം ബെൽജിയത്തിൽ എത്താനുള്ള നീക്കമാണ് ഇഡിയുടെയും CBIയുടെ ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും മണിക്കൂറുകളിലടക്കം ഇതിന്റെ യാത്രയുടെ സംഘം എപ്പോൾ യാത്ര തിരിക്കുമെന്നടക്കമുള്ള വിവരങ്ങളിൽ ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും കോടതിയിൽ ഈ വിഷയത്തിൽ ഇന്ത്യക്ക് കൈമാറരുത് എന്ന ആവശ്യം ഉന്നയിക്കാനാണ് ഇപ്പോൾ മെഹുൽ ചോക്സിയുടെ അഭിഭാഷകൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനെ ശക്തമായ രീതിയിൽ എതിർത്ത് തെളിവുകൾ സഹിതം കോടതിയിൽ സമർപ്പിച്ച് ഇയാളെ ഇന്ത്യക്ക് വിട്ടുകിട്ടണമെന്ന ആവശ്യമായിരിക്കും ഇന്ത്യ ഉന്നയിക്കുക. ഏതായാലും CBIയുടെയും ഇഡിയുടെയും സംഘം അവർ വളരെ പെട്ടെന്ന് തന്നെ ഈ ബെൽജിയത്തിൽ എത്താനുള്ള നീക്കങ്ങളാണ് നിലവിൽ നടത്തുന്നത്. ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മെഹുൽ ചോക്സിയെ ഇന്ത്യയിലേക്ക് കൈമാറരുത് എന്നുള്ള ഒരു ആവശ്യം അതെന്തായാലും ബെൽജിയം കോടതിയുടെ മുന്നിൽ എത്തുമെന്ന കാര്യം സംശയമില്ല. അതിനെയും ഇന്ത്യ ശക്തമായി എതിർക്കാനാണ് നിലവിൽ സാധ്യത കാണുന്നത്.